വിദ്യാർത്ഥികൾ തിളക്കമാർന്ന സംസാരത്തിലൂടെ നിങ്ങളെ മനം കവരുമെന്നുള്ള വിശ്വാസവുമുണ്ട്. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം ഒരു മനുഷ്യനെ ഭക്ഷണവും വെള്ളവും പോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ അവരവരെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഒന്നും ഒരു വികസനവും തന്നെ അവരുടെ നാട്ടിൽ ചെയ്യുന്നില്ല എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഭക്ഷണം ലഭിക്കാത്തവന് ഭക്ഷണ ദാരിദ്ര്യം, സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തവന് ലൈംഗിക ദാരിദ്ര്യം. അർപ്പിതമായ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ വ്യക്തമായും കൃത്യമായും കേൾക്കാനൊരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ, കൂട്ടിരിക്കാനൊരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ, കേൾക്കാനൊരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം നമ്മുടെ കുടുംബക്കാരോടൊപ്പം ജീവിക്കുക എന്നതിൽ പല സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടാനില്ല. അത്തരം ലഹരികളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അത്തരം ലഹരികളാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണവും അതുപോലെ രസകരവുമാക്കുന്നത്. വിവേചനങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. ഈ വിവേചനങ്ങളെല്ലാം തന്നെ പണ്ട് നാൾ മുതൽക്കേ ഉള്ളതാണ്. രാജാക്കന്മാരെ തന്റെ പ്രജകളോട് കാണിച്ചിരുന്നു. പൂക്കളും പുൽകളും പുഴുക്കളും അടക്കം എണ്ണമറ്റ് സസ്യജന്തുജാലങ്ങൾ അടങ്ങിയ നമ്മുടെ പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാവ് പുലർന്നപ്പോഴേക്കും കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് 400-ൽ പരം പാവങ്ങളുടെ ജീവനെടുത്ത വയനാട് ഉൾപ്പെട്ടത്. ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത അളക്കുന്നത് അയാളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷനോ പ്രൊഫഷനോ കണ്ടിട്ടല്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരിക്കലും ആ യുവാവ് കാൽ വഴി കൊക്കയിലേക്ക് വീണ് മരിച്ചതല്ല, മറിച്ച് തന്റെ സങ്കടങ്ങളെ ഒന്ന് ഇറക്കി വെക്കാൻ കഴിയാതെ, തന്റെ മാനസിക പ്രശ്നത്തെ ഒന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയാതെ ജീവിതത്തിൽ സ്വയം പടിയിറങ്ങിപ്പോയത്. ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും പല രൂപത്തിലാണ് സ്വാതന്ത്ര്യത്തെ നാം കൈകാര്യം ചെയ്യുന്നത്. Going to announce the winner of the third prize, Mr. Ramzan. എട്ട് ദിവസത്തെ ശക്തമായ പരിശീലന പരിപാടികൾക്കൊതിയിൽ ഇന്നത്തെ വെൽമെൻ പരിപാടിയിൽ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി വളരെ ഭംഗിയായി 12 പേര് അവതരിപ്പിച്ചതിൽ ഒന്നാം സ്ഥാനം